ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ബിന്ദു വിനോദ്. രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് സമുദ്ര സമ്പദ് വ്യവസ്ഥ അത്യന്താപേക്ഷിതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാഗർമാല, ഡീപ് ഓഷൻ മിഷൻ, ഹരിത് സാഗർ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങിയ സംരംഭങ്ങൾ സമുദ്ര വിഭവങ്ങളെ ഉപയോഗപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ യൂറോപ്യൻ യൂണിയന്റെ അനുഭവ പരിചയം കേരളത്തിന് പ്രയോജനപ്പെടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് കേരള യൂറോപ്യൻ യൂണിയൻ ബ്ലൂ ഇക്കോണമി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്ത് മത്സ്യബന്ധന മേഖലയ്ക്ക് വലിയ സ്ഥാനമുണ്ടെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു. മത്സ്യബന്ധന മേഖലയെ പരിപോഷിപ്പിക്കാൻ മത്സ്യസമ്പദ യോജന ഉൾപ്പെടെ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചുള്ള MLA-മാരുടെ സത്യാഗ്രഹത്തിൽ സർക്കാർ ഇടപെടാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇന്ന് നിയമസഭാ നടപടികൾ ബഹിഷ്കരിച്ചു. നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ ഈ മാസം 29-ന് വീണ്ടും ചേരും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നാളെ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിനായി പമ്പാ തീരം ഒരുങ്ങി. രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ രാവിലെ 11 മണിക്കാണ് യോഗം. അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വികസന നേട്ടങ്ങൾ ചർച്ച ചെയ്യുന്ന വികസന സദസ്സിന്റെ ലോഗോ മന്ത്രി MB രാജേഷ് പ്രകാശനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന വികസന സദസ്സ് ഈ മാസം 22-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യ-ഒമാൻ മത്സരം പുരോഗമിക്കുന്നു. 6 ഓവർ പിന്നിടുമ്പോൾ ഇന്ത്യ 1 വിക്കറ്റ് നഷ്ടത്തിൽ 60 റൺ നേടിയിട്ടുണ്ട്. ശബരി പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കൽ ചെലവിന്റെ പകുതി കേന്ദ്രം വഹിക്കണം എന്ന പുതിയ നിർദ്ദേശം വയ്ക്കാൻ കേരളം തയ്യാറെടുക്കുന്നു എന്ന വാർത്ത തെറ്റിദ്ധാരണാജനകമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പദ്ധതിക്ക് വേണ്ടി മുടക്കുന്ന 50% സംസ്ഥാന വിഹിതം കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്നും ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം മാത്രമേ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75ാമത് ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ഈ മാസം 21-ന് തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപം മുതൽ മാനവീയം വീഥി വരെ നമോ യുവറൺ സംഘടിപ്പിക്കുന്നു. പ്രമുഖ കായിക താരങ്ങൾ, ചലച്ചിത്ര, സാഹിത്യ, സാംസ്കാരിക മേഖലയിലെ യുവപ്രതിഭകൾ തുടങ്ങിയവർ പങ്കെടുക്കും. സ്വതന്ത്ര സോഫ്റ്റ്വെയർ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ദിനാചരണത്തിന്റെ ഭാഗമായി സ്വതന്ത്ര സോഫ്റ്റ്വെയറായ ഉബുണ്ടു 22.04 കൈറ്റിന്റെ തിരുവനന്തപുരം ജില്ലാ കേന്ദ്രത്തിൽ വെച്ച് പൊതുജനങ്ങൾക്ക് സൗജന്യമായി ഇൻസ്റ്റാൾ ചെയ്തു നൽകും. ദേശീയപാത 66 അഴിയൂർ വെങ്ങളം റീച്ചിലെ പ്രവൃത്തികൾ അതിവേഗം പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായതായി നിയമസഭയിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ്. പദ്ധതിയുടെ വിലയിരുത്തലുകൾ നടന്നുവരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. വനം വകുപ്പ് വാച്ചർമാരുടെ 1961 മുതലുള്ള അധികാരം വെട്ടിക്കുറയ്ക്കാൻ കേരള നിയമസഭയുടെ സബ്ജക്ട് കമ്മിറ്റി യോഗം തീരുമാനിച്ചു. കഴിഞ്ഞ 64 വർഷമായി വനം വകുപ്പ് വാച്ചർമാർക്ക് വന കുറ്റകൃത്യങ്ങളിൽപ്പെടുന്ന കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാൻ അധികാരമുണ്ടായിരുന്നു. ഈ അധികാരമാണ് ഇപ്പോൾ എടുത്തുമാറ്റാൻ തീരുമാനിച്ചിട്ടുള്ളത്. അമീബിക് മസ്തിഷ്ക ജ്വരം ലക്ഷണങ്ങളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച ഒരാൾ കൂടി മരിച്ചു. തൃശൂർ ചാവക്കാട് സ്വദേശിയാണ് മരിച്ചത്. ലക്ഷദ്വീപിലെ മത്സ്യബന്ധന മേഖലയുടെ വികസനം സംബന്ധിച്ച അവലോകന യോഗം നാളെ കൊച്ചിയിൽ നടക്കും. കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങിയവർ പങ്കെടുക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വയനാട്ടിലെത്തി. പ്രിയങ്ക ഗാന്ധി MP മണ്ഡലത്തിൽ തുടരുന്നതിനിടെയാണ് ജില്ലയിൽ ഇരുവരുടെയും സ്വകാര്യ സന്ദർശനം. കോടതികൾ കുറ്റവിമുക്തരാക്കുന്നവരുടെ വിവരങ്ങൾ പോലീസ് സ്റ്റേഷനുകളിലെ രജിസ്റ്ററുകളിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. പോലീസ് ആസ്ഥാനത്ത് നിന്നും സർക്കുലർ ഇറക്കി ഈ നിർദ്ദേശം എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും അറിയിക്കണമെന്നും കമ്മീഷൻ ഉത്തരവിട്ടു. നെടുങ്കണ്ടത്ത് നിന്ന് കോട്ടയത്തേക്ക് പോവുകയായിരുന്ന ആംബുലൻസ് മറിഞ്ഞ് യുവാവ് മരിച്ചു. ഇടുക്കി നാരകക്കാനം സ്വദേശി ജിതിൻ നടുവിലേടത്താണ് അപകടത്തിൽ മരിച്ചത്. ആലപ്പുഴ കൈനകരിയിൽ നടന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ആദ്യ മത്സരത്തിൽ കൈനകരി വില്ലേജ് ബോട്ട് ക്ലബ് തുഴഞ്ഞ വിയപുരം ചുണ്ടൻ ജേതാവായി. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടം ചുണ്ടൻ രണ്ടാമതും നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടൻ മൂന്നാമതും എത്തി. നവരാത്രി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ശുചീന്ദ്രത്ത് നിന്ന് 300 വിഗ്രഹ ഘോഷയാത്ര പുറപ്പെട്ടു. ഘോഷയാത്ര നാളെ പത്മനാഭപുരത്ത് എത്തും. സംസ്ഥാന അതിർത്തിയായ കളിക്കവിളയിൽ മറ്റന്നാൾ ഉച്ചയോടെ എത്തുന്ന വിഗ്രഹ ഘോഷയാത്രയ്ക്ക് സംസ്ഥാന സർക്കാർ സ്വീകരണം നൽകും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.